ഞാൻ സാബു വർഗീസ് ഇന്ന് ഒരു പ്രത്യേക ചിന്തയുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ജയിലും വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആരാണ് ഈ ചോദ്യം ഉണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. ഏതൊക്കെയാലും ആ ചോദ്യം ഉണ്ടാക്കി അതിനുത്തരം കണ്ടുപിടിച്ച വ്യക്തിക്ക് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാം, ജയിലും വീടും തമ്മിലുള്ള വ്യത്യാസം, ജയിലിലെ സ്വാതന്ത്ര്യമില്ല, വീട്ടിലെ സ്വാതന്ത്ര്യമുണ്ട്. ശരിയാ, ജയിലിലെ സ്വാതന്ത്ര്യമില്ല. എന്നാൽ നിങ്ങൾ പറയാം, വീട്ടിൽ എല്ലാവരും പരിചയമുള്ളവരാണ്, പക്ഷേ ജയിലിലെല്ലാം അപരിചിതരാണ്. അതും ശരിയാ. ജയിലിൽ എല്ലാവരും ദുഃഖത്തോടെയാണ്, എന്നാൽ വീട്ടിൽ കൂടുതലും സന്തോഷമാണ്. അത് ശരിയാ. പക്ഷേങ്കിൽ ഇതിനെല്ലാം അപ്പുറത്ത് എന്താണ് ജയിലും വീടും തമ്മിലുള്ള യഥാർത്ഥമായ വ്യത്യാസം? അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരനെ കാണുവാൻ ജയിലിൽ പോയി. അദ്ദേഹം അവിടെ ഭയങ്കരമായ വേദനയിലായിരുന്നു, ദുഃഖത്തിലായിരുന്നു, വളരെ ക്ഷീണിതനായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അഴികളുടെ അപ്പുറത്ത് ആ സഹോദരനും ഇപ്പുറത്ത് ഞാനുമാണ്. അല്പം ദൂരത്തിൽ നിന്ന് വർത്തമാനം പറയുവാൻ കഴിയും. അവൻ്റെ ദുഃഖവും വേദനയെല്ലാം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തി ഈ ചോദ്യം: എന്താണ് ജയിലും വീടും തമ്മിലുള്ള വ്യത്യാസം? അവൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? അതിൻ്റെ കാരണം ഈ ഉത്തരത്തിലുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അതെ, ജയിലിലേക്ക് നമ്മളെ തള്ളി അകത്തേക്ക് കയറ്റി വിട്ടിട്ട് പുറത്തുനിന്ന് കുറ്റിയിടുകയാണ്. എന്നാൽ വീട്ടിൽ നാം സന്തോഷത്തോടെ അകത്ത് കയറിയിട്ട് അകത്തുനിന്ന് കുറ്റിയിടുകയാണ്. ഇത് തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ജയിലും വീടും തമ്മിലുള്ള വ്യത്യാസം. വീട്ടിൽ നാം അകത്തുനിന്ന് കുറ്റിയിടുന്നു, അകത്ത് കയറുന്നു. ജയിലിൽ നമ്മെ പുറത്തുനിന്ന് ബലമായിട്ട് അകത്തേക്ക് കയറ്റുന്നു, പുറത്തുനിന്ന് കുറ്റിയിടുന്നു. പുറത്തുനിന്ന് കുറ്റിയിടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു ബന്ധനമാണ്, ഭയങ്കരമായ ഒരു ഭാരമാണ്, ഹൃദയം തകർക്കുന്ന വേദനയാണ്. അതെ, ആ വേദനയാണ് അതിനകത്തുള്ളവർ അനുഭവിക്കുന്നത്. നാം സ്വതന്ത്രരായിരിക്കണം. നാം സ്വതന്ത്രരായാൽ മാത്രമേ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ നാം സ്വതന്ത്രരാണ്. അതെ, സ്വതന്ത്രരായിത്തീരണം. നാം സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അടുത്തെത്തിയിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്താണ്? യഥാർത്ഥമായ സ്വാതന്ത്ര്യം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? അതെങ്ങനെയാണ് കിട്ടുന്നത്? യഥാർത്ഥമായ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരണം. യഥാർത്ഥമായ സന്തോഷം ദൈവം നമുക്ക് തരണം. നമുക്കറിയാം, നാം പലതും വില കൊടുത്ത് വാങ്ങും, പക്ഷേങ്കിൽ സ്നേഹത്തെ വില കൊടുത്ത് വാങ്ങാൻ എങ്ങും കിട്ടത്തില്ല. നാം പലതും സമ്പാദിക്കുന്നു, പക്ഷേങ്കിൽ സന്തോഷവും സമാധാനവും അത് ദൈവം തരണം. ഉറക്കം, എത്ര നല്ല കട്ടിലുണ്ടെങ്കിലും എത്ര നല്ല AC ഉണ്ടെങ്കിലും ഉറക്കം അത് ദൈവം തരണം. ഉറക്കമില്ലെങ്കിൽ AC-യും കട്ടിലും എല്ലാം വ്യർത്ഥമാണ്. അപ്പോൾ യഥാർത്ഥമായ സന്തോഷം, യഥാർത്ഥമായ സമാധാനം, യഥാർത്ഥമായ സ്വാതന്ത്ര്യം ദൈവത്തിൽ നിന്ന് കിട്ടണം. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവിക സമാധാനം നമുക്ക് കിട്ടുന്നു. ഇന്ന് അനേകർ സാത്താൻ്റെ ബന്ധനത്തിലാണ്. മദ്യപാനത്തിനും വെറുക്കുത്തുകൾക്കും ബന്ധനങ്ങൾക്കും അടിമയായിരിക്കുന്ന അനേകർ, അവരെ വിടുവിക്കണമെങ്കിൽ ദൈവിക സ്വാതന്ത്ര്യം, ദൈവിക സ്നേഹം നമ്മിലേക്ക് ഒഴുകിയെത്തണം. ആ ദൈവിക സ്നേഹത്തെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അങ്ങനെ യഥാർത്ഥമായ സന്തോഷത്തിൽ, യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേക ദിനങ്ങളിൽ നാം ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്: എന്താണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം? ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലാണ്, കെട്ടുകളിൽ നിന്നുള്ള വിടുതലാണ്, പാപങ്ങളിൽ നിന്നുള്ള വിടുതലാണ്. അത് കണ്ടെത്തുവാൻ ഒരു മാർഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞു, കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്താനാണ് മനുഷ്യപുത്രൻ വന്നത്. അതെ, നശിച്ചു പോകുന്ന, കാണാതെ പോകുന്ന ജീവിതങ്ങളെ കണ്ടെത്താൻ കർത്താവ് കടന്നു വന്നു. നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് നിന്നാൽ നമുക്ക് രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയും, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. ദൈവരാജ്യത്തിൻ്റെ ആ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് ഈ പകൽക്കാലം ദൈവം നിങ്ങളെല്ലാവരെയും നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.